ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് തേക്കടി തന്നെയാണ് കേട്ടോ ഉള്ളത്. നമ്മുടെ സെക്കൻഡ് ഡേ ആണിന്ന്. ഇന്ന് നമ്മൾ സ്റ്റേ എടുത്തിരിക്കുന്നത് ക്രൗൺ വാലി റിസോർട്ടിലാണ്. ക്രിസ്മസ് പ്രമാണിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. റിസോർട്ടിൽ നമുക്ക് ഇഷ്ടം പോലെ ഇൻഡോർ ഗെയിംസ് ഉണ്ടായിരുന്നു. ടേബിൾ ടെന്നീസ്, ഫൂട്ബോള്, ചെസ്സ്, ക്യാരംസ്, അങ്ങനെ 4 ടൈപ്പ് ഇൻഡോർ ഗെയിംസ് തന്നെ ഉണ്ടായിരുന്നു. കളിക്കാൻ അറിയാണ്ട് ചുമ്മാ വട്ടം തിരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഡോർ ഗെയിംസിനോട് ചേർന്ന് തന്നെയായിട്ടാണ് കേട്ടോ അവർ ജിമ്മും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും നമ്മുടെ റൂമിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയായിരുന്നു ഇൻഡോർ ഗെയിംസും ജിമ്മും ഉണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ റൂമിലേക്കുള്ള വഴി. ലെഫ്റ്റ് സൈഡിലേക്കാണ് കേട്ടോ വില്ലാസ് എല്ലാം ഉള്ളത്. റൈറ്റ് സൈഡിലേക്കായിരുന്നു പ്രീമിയം റൂംസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളും ഒരു പ്രീമിയം റൂമായിരുന്നു എടുത്തിട്ടുള്ളത്. നമുക്ക് റൂം കണ്ടാൽ തന്നെ അറിയാം നല്ല ലക്ഷറി സെറ്റപ്പിലായിരുന്നു. സെറ്റപ്പ് എന്നല്ല, ശരിക്കും ലക്ഷറി തന്നെയായിരുന്നു റൂം. പക്ഷേ ലക്ഷറി എന്ന് പറയുന്നത് നമുക്കങ്ങനെ ഓവർ റേറ്റ് ഒന്നും അല്ലായിരുന്നു കേട്ടോ. നമുക്ക് അഫോർഡബിൾ റേറ്റിൽ തന്നെയായിരുന്നു റൂം കിട്ടിയത്. ഞാൻ ശരിക്കും റൂം കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ആ സന്തോഷം എൻ്റെ മുഖത്ത് കാണാനുണ്ട്. നോക്കൂ എത്ര സ്പേഷ്യസ് ആണ് റൂമെന്ന്. ഇവിടുത്തെ ഏറ്റവും അട്രാക്ഷൻ നമ്മുടെ ബാൽക്കണി വ്യൂ തന്നെയായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല നീളത്തിൽ തന്നെയുള്ള ബാൽക്കണി ആയിരുന്നു. ബാൽക്കണിയിൽ അവർ ചെറിയൊരു ടേബിളും 2 ചെയറും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് നമുക്ക് താഴെയും അവർ കുറച്ച് ഗെയിംസ് ഉണ്ടായിരുന്നു, ഊഞ്ഞാലുണ്ടായിരുന്നു. അപ്പം നല്ല ഗ്രീനറി ആയിരുന്നു താഴത്തേക്കുള്ള വ്യൂ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ ഓപ്പോസിറ്റുള്ള വില്ലാസും എല്ലാം കാണാൻ പറ്റും. പിന്നെ ആ കാണുന്ന ഒരു സ്പോട്ട് ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ട് എന്ന് പറയുന്നത്. അത് ഞാൻ പിന്നീട് വിശദമായിട്ട് കാണിച്ചു തരാം കേട്ടോ. റൂമൊക്കെ നിങ്ങൾ കണ്ടല്ലോ. റൂം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ബാത്റൂമിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയണം, ഒരു രക്ഷയില്ലായിരുന്നു. ഈ കാണുന്നതാണ് കേട്ടോ വില്ലാസ്. വില്ലാസിലേക്ക് പോകുന്ന റൂട്ടിൽ തന്നെയാണ് അവർ പൂൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ കാണിച്ചു തന്ന ആ സ്പോട്ട് ഇതാണ് കേട്ടോ. നോക്കൂ എത്ര മനോഹരമാണെന്ന്. അതിന് ചുറ്റും സ്പൈസ് ഗാർഡൻ ആണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ആ സ്ഥലത്തൊന്ന് ചുറ്റും നോക്കിയാലും കാണാനും നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയായിരുന്നു. ഈ കാണുന്നതാണ് വില്ലാസിൻ്റെയൊക്കെ ഫ്രണ്ട് വ്യൂ. നോർമൽ റൂംസ് എല്ലാം ആ മുകളിൽ കാണുന്നതാണ് കേട്ടോ. വില്ലാസും പ്രീമിയം റൂംസാണ് താഴത്തേക്കുള്ളത്. പിന്നെ എന്താ, നമ്മൾ കുറേ നേരം അതിൻ്റെയൊക്കെ ഓടിപ്പാഞ്ഞ് നടന്നു, കുറച്ച് നേരം ഗെയിംസൊക്കെ കളിച്ചു. പൂൾ ഇവിടെയാണ് കേട്ടോ ഉള്ളത്. പക്ഷെ നമുക്ക് പൂളിലേക്ക് ഇറങ്ങാൻ പറ്റിയില്ല. പൂൾ അണ്ടർ മെയിൻ്റനൻസ് ആയിരുന്നു, അതുകൊണ്ട് പൂളിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ കുറച്ച് നേരം ഫൂട്ബോൾ കളിക്കാൻ ട്രൈ ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഫൂട്ബോൾ കളിക്കുന്നത്. അതുകൊണ്ട് സ്വന്തമായിട്ട് പോയിന്റ് ഒന്നും നേടിയില്ലെങ്കിൽ ഞാൻ മിഥുനെല്ലാം ഗോൾ അടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു.
അത് കഴിഞ്ഞ് പിന്നെ ടേബിൾ ടെന്നീസ് ട്രൈ ചെയ്തു. ടേബിൾ ടെന്നീസ് ഞാൻ ആദ്യമായിട്ടാണ് കളിക്കുന്നത്, അതുകൊണ്ട് എല്ലാം മാനത്തേക്ക് തന്നെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് അവർ ലൈറ്റ്സ് എല്ലാം ഓൺ ചെയ്തിട്ടോ. ഞാൻ ശരിക്കും ലൈറ്റ്സ് ഓൺ ചെയ്തിട്ടുള്ള വ്യൂ കാണാൻ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. ഇതാണ് അവരുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യില്ല കേട്ടോ അതിൻ്റെ താഴത്തേക്ക് ഇത്ര സ്പേസ് ഉള്ള കാര്യം. പിന്നെ നൈറ്റായപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഇവരുടെ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് അതിലും സൂപ്പറായിട്ടുള്ളൊരു സ്ഥലമാണ്. ഏറ്റവും ടോപ്പ് ഫ്ലോറിലായിരുന്നു റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്രിസ്മസിൻ്റെ വൈബും അതുപോലെ തന്നെ കാറ്റും തണുപ്പും എല്ലാം കൂടി ആയിട്ട് അടിപൊളി വൈബാണ്. നോക്കുക, ലൈറ്റ്സ് എല്ലാം ഓൺ ചെയ്തപ്പോൾ ഉള്ള ഭംഗി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. കുട്ടികളൊക്കെ നൈറ്റായപ്പോൾ ഗെയിംസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു, ഊഞ്ഞാലൊക്കെ ആടുന്നുണ്ടായി. പിന്നെ അവർ നൈറ്റ് ക്യാമ്പ് ഫയറും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോർണിംഗ് ബുഫേ തന്നെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് വെജും നോൺ വെജും എല്ലാം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഈ റിസോർട്ട് ശരിക്കും ഇരിക്കുന്നത് തേക്കടിയിൽ നിന്ന് മൂന്നാർ റൂട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ പ്ലാൻ, ഇനി നമുക്കൊരു എലിഫൻറ്റ് റൈഡിന് പോകണം. നമ്മുടെ റിസോർട്ടിന് ചേർന്ന് തന്നെ 1-ാം മൈലിലുള്ള എലിഫൻറ്റ് ജംഗ്ഷനിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ അടുത്ത വ്ലോഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും അത് കാണണം. ഇന്നത്തെ ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്